ഇന്ന് ഞങ്ങളുടെ കൂടെ പപ്പയും അമ്മയും കൂടി ഉണ്ട് ഈ ഓണത്തിന്. അതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ആക്ച്വലി. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ് പപ്പയുടെ മമ്മിയുടെ കൂടെ. UK ഞങ്ങളുടെ ഓണം കുറെ നാള് കൂടിയിട്ടാണല്ലോ. 24 ഓണം. ഇപ്പൊ എത്ര നാളെ നമ്മൾ ഓണം ഒരുമിച്ച് കൊണ്ടിട്ട്? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ചേസ്. എന്താണ് ഓണത്തിന് ആക്ടിവിറ്റീസ്? ഓണത്തിന്റെ എല്ലാം റെഡിയായി. നമ്മുടെ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി. പായസം അടക്കം റെഡിയായി. ഇനി ഞങ്ങൾ കഴിച്ചാ മതി. അല്ല, അരി വാങ്ങിയില്ല. അരി വാങ്ങിയില്ല. പപ്പടം കാച്ചില്ല. പപ്പടം കാച്ചില്ലോ. പപ്പടം കാച്ചില്ല. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ? നല്ലൊരാണാവട്ടെ എല്ലാവർക്കും. സോ യോ ക്ലാഷീസ് ഹിയർ. സോ വെൽക്കം ബാക്ക് ടു ക്ലാഷി ടോക്ക്. അപ്പോൾ അങ്ങനെ ഇതാ ഓണത്തിന് റെഡി ആവുക കേട്ടോ. അപ്പോൾ എന്തൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോൾ റെഡി ആവുന്നതിനേക്കാളും കൂടുതലൊരു ഉത്സാഹമാണ് ഈ ഓണത്തിന് ഒരുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് ഓണം ഇങ്ങനെ ആഘോഷിക്കുകയും അതുപോലെ തന്നെ ഓണത്തിന് ഒരുങ്ങുകയും അതൊരു എന്തോ ഇപ്പോഴും ഒരു വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇതാ കണ്ണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ഈ മൈനകളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം കൂടിയാണിത്. അപ്പം നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ. ദാ ദീപ റോയി ഈ ഫാമിലി കൂടെ ഞങ്ങളുടെ കൂടെ ഒന്ന് ഓണം ആഘോഷിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇതിലേക്ക് എടുക്കണം വെള്ളം. പായസത്തിന്റെ അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല ടേസ്റ്റാ. ഭയങ്കര മധുര. ഒരു പായസം മധുരം വേണം ശരിക്കും ആക്ച്വലി. അങ്ങനെ പുറത്തുള്ള കുറച്ച് ചെറിയ മഴയൊക്കെ മാറിയപ്പോഴേക്കും ഞങ്ങൾ പുറത്ത് പോയി ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും എടുത്തൊരുങ്ങിയതില്ല. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് ഫോട്ടോസൊന്നും ക്യാച്ച് ചെയ്ത് ഓണത്തിന് എന്ത് ഓണമല്ലേ. അങ്ങനത്തെ ഓണത്തിൻ്റെ എല്ലാ സ്പെഷ്യൽ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു ഓഫ് കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ഓണമൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഫാമിലീസും കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്ന ഫാമിലിക്കാണെങ്കിൽ കുറച്ചുകൂടി എപ്പോഴും എളുപ്പമായിരിക്കും. മാത്രമല്ല ഈസ്റ്റർ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഓണമെങ്കിലും കുറച്ചൊരു ലഹരി ഉണ്ടെങ്കിൽ സംഗതി പൊടി പൊടിക്കാം അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ഞങ്ങളൊരു ചെറിയൊരു കോക്ടെയിലിന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷണത്തിൽ PhD എടുത്ത ആളാണ് ഇതാ ഈ പൊന്നൂസ് കേട്ടോ. പൊന്നൂസ് ഇവിടെ എല്ലാവർക്കും കോക്ടെയിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഇതാ കോക്ടെയിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതാ ഒന്നൊരു ലഹരി ആകുമ്പോഴേക്കും നമുക്ക് പതുക്കെ നമ്മുടെ സദ്യയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ താനി അങ്ങോട്ട് അടുത്ത ഓണം വരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാ ദിവസങ്ങളും നമുക്കുണ്ടാവട്ടെ എന്നെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ദാ നമുക്ക് ഓണ സദ്യയിലേക്ക് കിടക്കാം. അപ്പൊ എത്ര കറി ഉണ്ട് എണ്ണീട്ട്? പരിപ്പറി വരുന്നുണ്ട് കേട്ടോ. എത്ര ഉണ്ട്? 2, 3, 4, 5, 6, 7, 8, 9, 10. പപ്പടം 11, 12 കൂട്ടം സാമ്പാർ. ഇങ്ങോട്ട് നോക്കിയാൽ തെണ്ണീന്നല്ലേ കഷ്ടപ്പെട്ട്. അങ്ങനെ ഒരു മലയാളി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഓണസദ്യ എന്നുള്ളതല്ലേ. അത് അടിച്ച് പൊളിച്ച് തന്നെ മലയാളിക്ക് ഉണ്ണണം. അതായത് എല്ലാ വിഭവങ്ങളും കൂട്ടി വയറ് നിറയെ മൂക്കുമുട്ട ചൂടുണ്ട് 2 കൂട്ടം പായസവും കഴിച്ച് ഒരു ഏമ്പക്കവും വിട്ട് ബല്ലേ ബേഷ് എന്ന് പറഞ്ഞ് ഒരു മലയാളി സദ്യ ഉണ്ട് എഴുന്നേക്കണം. അതാണ് ഓണസദ്യ. Yes, please.